ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് റൈസ് ടോണറും അതുപോലെ റൈസ് ഉപയോഗിച്ചൊരു മാസ്കുമാണ്. ഇത് നമ്മൾ ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള പാടുകളൊക്കെ മാറുകയും മുഖം നല്ല രീതിയിൽ തിളക്കം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു മാസ്കും അതുപോലെ ടോണറുമാണ്. ടോണർ നിങ്ങൾ രാവിലെയും വൈകിട്ടും മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുഖത്തുള്ള പാടുകളും പിമ്പിൾസും ഒക്കെ പെട്ടെന്ന് പോവുകയും മുഖത്തിന് നല്ലൊരു വൈറ്റ്നസ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യം നോക്കാം. അപ്പം നമുക്കിവിടെ വേണ്ട വൈറ്റ് റൈസ് ആണ്, അതായത് പച്ചരിയാണ് വേണ്ടത്. ഇത് നമുക്ക് കഴുകി നല്ലോണം വൃത്തിയാക്കിയ ശേഷം നമുക്ക് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി 1 കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോക്കിങ്ങിന് വേണ്ടി വെച്ച ശേഷം അപ്പോൾ സോക്കിങ് കഴിയുമ്പോൾ നമുക്കിതുപോലെ വൈറ്റ് കളർ നിറത്തിൽ നമുക്ക് കിട്ടും. ഇത് കൈകൊണ്ടൊന്ന് ഞെരടിയ ശേഷം നമുക്കിത് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് 1 വീക്കോളം സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ടോണർ നമുക്ക് രാവിലെയും വൈകിട്ടും മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുഖത്തുള്ള പിമ്പിൾസും അതുപോലെ തന്നെ തിളക്കം കിട്ടാനും മുഖത്ത് നല്ലൊരു വൈറ്റ്നസ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടോണറാണിത്. അപ്പം ഞാനിത് സ്പ്രേ ബോട്ടിലാക്കി മുഖത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂർ മുഖത്ത് വെച്ച ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള പിമ്പിൾസൊക്കെ പോകും. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയും ടാൻ അടിച്ചുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തുണ്ടെങ്കിൽ അത് ആ പാടുകളൊക്കെ പോവുകയൊക്കെ ചെയ്യും. മുഖത്ത് നല്ല വൈറ്റ്നസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ബാക്കി വന്ന അരി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. ഇത് രണ്ടും കൂടെ ഒഴിച്ച് മിക്സാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കുക. ഈ ഒരു അരച്ചെടുത്ത റൈസ് പേസ്റ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 15-20 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുകയും മുഖത്ത് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് സ്കിന്നിന് ആവശ്യമായ കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളൊക്കെ ഈ റൈസിൽ ഒരുപാട് അടങ്ങിയത് കാരണം നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടുകയും അതുപോലെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. റൈസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയത് കാരണം നമുക്കുള്ള മുഖത്തുള്ള വിങ്കിൾസിൻ്റെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാസ്കാണ്. ഇത് ഡെയിലി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളും അതുപോലെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് പോകാൻ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ വെച്ച ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ഡെയിലി ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല വൈറ്റ് നിറം കിട്ടുകയും നമ്മുടെ സ്കിന്നൊരു ടൈറ്റനിങ് ആകുകയും പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. അപ്പം ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ മുഖം നല്ല രീതിയിൽ തിളക്കം കിട്ടുകയും നല്ല നിറം കിട്ടാനും സഹായിക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ ഈ ഒരു മാസ്ക് നിങ്ങൾ ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്